ഇവിടെ അപ്പുറത്തെ വീട്ടിലെ ഇവിടെ അപ്പുറത്തെ ഹോട്ടലുകാർക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മോട്ടർ ഞങ്ങൾ കയറ്റി വെച്ചു. മോട്ടർ നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ പുതിയൊരു മോട്ടർ അപ്പുറത്തെ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ സെരിക്കായും ഒക്കെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് ഹെൽപ്പ് ചെയ്ത് ഈ മോട്ടർ വെള്ളത്തിൽ പറയും ആരെ ഹെൽപ്പ് ചെയ്യണം. 10ന്റെ സ്പാൻഡർ എടുത്തോളുന്ന അവതാരക 10ന്റെ സ്പാൻഡർ ചെല്ല്. അപ്പൊ ഇത് ഇറക്കി വയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങള് ഇതാണ്. അപ്പൊ അത് അവർക്ക് നല്ലൊരു ഉപകാരമാണ്. അവർക്ക് പാത്രം കഴുകിയിട്ടില്ല, പാത്രം കഴുകാൻ വെള്ളം കുറവാണ്. ഡയലോഗ് പിന്നെ പറയാം. ആദ്യം തന്നെ പോയിട്ട് സ്പാൻഡർ എടുത്ത് കൊണ്ടുപോവാ 10ന്റെ സ്പാൻഡർ. അപ്പൊ എന്നോട് 10ന്റെ സ്പാനർ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ 10ന്റെ സ്പാനർ തട്ടിയാണ്. 16, 17, 18, 19, 10 സ്പാനർ കൊടുക്കണം. ഇതിന്റെ സ്പാനർ അങ്ങനെ നേക്കൊക്കെ കൊടുക്കണം. അപ്പൊ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ഉപകാരമാണ് ഹോട്ടലുകാർക്ക്. 10ന്റെ തന്നി 8ന്റെ എടുത്തോണ്ട് മേഡം. അപ്പോൾ എന്നോട് പിന്നെ 8ന്റെ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത 8ന്റെ എടുക്കുകയാണ്. 8ന്റെ സ്പാനർ എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ അപ്പോൾ 5, 16, അപ്പോൾ 14, 15. അപ്പോൾ 8ന്റെ സ്പാനർ ചോദിച്ചു. അപ്പോൾ 8ന്റെ സ്പാനർ എനിക്കൊക്കെ കൊടുക്കാണ്. അപ്പോൾ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കൊരു ഉപകാരമാണല്ലേ ഹോട്ടലുകാർക്ക്. അവർ ആയിത്തായൊക്കെ രാവിലെ തൊട്ട് വെള്ളം ഇല്ലാണ്ട് ബുദ്ധിമുട്ടിയാണ്. പാത്രം കഴുകാൻ വെള്ളമില്ല. അവിടെ ആരിലും വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളം കൊടുക്കാൻ, കൈ കഴുകാനൊന്നും വെള്ളമില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഫുഡ് വാൽവിന് പൊട്ടുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യണത്. ഫുഡ് വാൽവിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ നമ്മളിപ്പോൾ ഇതിനകത്ത് ലീക്ക് തന്നറിയാൻ വീഡിയോ കാണുന്ന ഇവനാണെങ്കിൽ ഇവൻ തന്നെ അത് ഓൾറെഡി ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയുന്നത്. നമ്മളിപ്പോൾ വാൽവ് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്ത് തന്നെ വെള്ളം അടിച്ചാൽ കയറുമെന്ന് അറിയാൻ പറ്റുള്ളൂ. വെള്ളം അടിച്ച് നോക്കി